പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴനിക്ക് പോവുകയാണ്. പഴനിക്ക് പോകുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമൃത എക്സ്പ്രസ്സിനാണ് നമ്മൾ പളനിക്ക് പോകുന്നത്. ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എല്ലാം റിസർവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ പളനിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ബസ്സിനായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ 2-3 തവണ പോയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് നമ്മൾ ട്രെയിൻ യാത്ര പോകുന്നത്, പഴനിക്ക് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആണ്, പഴനി ട്രിപ്പാണ്. ഇതിനു മുമ്പ് പല യൂട്യൂബേഴ്സും അമൃത എക്സ്പ്രസ്സിൽ പളനിക്ക് പോകുന്നതിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനും അത് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം അമൃത എക്സ്പ്രസ്സിൽ 10 മണിക്കുള്ള അമൃത എക്സ്പ്രസ്സിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അമൃത എക്സ്പ്രസ്സിൽ ഇപ്രാവശ്യം പഴനിക്ക് പോവുകയാണ്. അപ്പം എൻ്റെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, പളനിക്ക് പോകുന്നത് കായംകുളത്ത് നിന്നും രാത്രി 10 മണിക്കുള്ള അമൃത എക്സ്പ്രസ്സിൽ ഞങ്ങൾ പളനിക്ക് പോവുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ 5 പേരാണ് യാത്ര പോകുന്നത്. അതിൽ എൻ്റെ ഭാര്യ, മകൻ, മകള്, പിന്നെ എൻ്റെ വല്യച്ഛൻ, അങ്ങനെ ഞങ്ങൾ 5 പേരാണ്. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മുടി മുട്ടയടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. മകൻ്റെ 2 വയസ്സാകാൻ പോകുന്നു. അപ്പം മുടി മുട്ട അടിക്കണമെന്നൊരു നേർച്ചയുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ മുടി മുട്ട അടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പളനിക്ക് പോകുന്നത്. രാത്രിയിലെ യാത്ര കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നേരം വെളുത്തു വരുന്നു. രാവിലെ ഒരു 5:45-6 മണിയോടാകുന്നു. പളനിയോട് അടുക്കുന്നു. പുറത്തെ കാഴ്ചകൾ അതിഗംഭീരമാണ്. തമിഴ്നാടിൻ്റെ ഗന്ധവും തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗിയും ആസ്വദിച്ചുകൊണ്ടുള്ള പളനിയിലേക്കുള്ള യാത്രയാണ്. നല്ല ഭംഗിയുള്ള പ്രദേശം. കുറേ നാളുകൾ കൂടിയിരുന്നാണ് ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോകുന്നത്, ഒരു യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷവും കാര്യങ്ങളുമാണ്. തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗിയിലെ ആ നേരം വെളുക്കുമ്പോഴുള്ള ആ ഒരു കാഴ്ച അതിഗംഭീരമായ കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പഴനിയുടെ ഒരു ദൂരെ നിന്നുള്ളൊരു വിദൂര കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇത് പളനി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ്. ഓട്ടോയ്ക്ക് ചാർജ്, അടിവാരത്തിലേക്ക് ചാർജ് ചോദിച്ചപ്പോൾ 150 രൂപ ഓട്ടോക്കാർ ചോദിച്ചു. എന്നാൽ ഒരു കുതിരവണ്ടിക്കാരൻ വന്ന് 100 രൂപയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതും പ്രത്യേകിച്ച് മക്കളെയും കൊണ്ട് കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുതിരവണ്ടി തന്നെ ചൂസ് ചെയ്തു. ഞങ്ങൾ 5 പേർക്ക് കൂടെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ എന്നെ കേൾക്കരാന്ന് കുതിരവണ്ടിക്കാരൻ മാരിമുത്തു ഒപ്പം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ. ഞങ്ങളങ്ങനെ കുതിരവണ്ടിയിലാണ് പളനി അടിവാരത്തിലേക്ക് യാത്ര തിരിച്ചത്. ദൂരെ നിന്ന് തന്നെ പളനിയുടെ കാഴ്ച അതിഗംഭീരമാണ്, പ്രത്യേക ഒരു അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ഒരു ഹോട്ടലിൽ നിർത്താൻ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് പരിചയമുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് നിർത്തി. രാവിലത്തെ പ്രഭാത ഭക്ഷണം പൂരിയും ഇവിടുത്തെ ഒരു കിഴങ്ങ് കറിയുമാണ്. നമ്മുടെ നാട്ടിലെ പോലുള്ള ഭക്ഷണം ഒന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ടേസ്റ്റ് കിട്ടണമെന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പളനിയിൽ ഇന്ന് 2 ദിവസമാണ് ഞങ്ങൾ ഇവിടെ തങ്ങാൻ ഉദ്ദേശിച്ചത്. പളനിൻ്റെ രാത്രികാല കാഴ്ചകളാണ് ഇത്. ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ തന്നെ വൈകുന്നേരം 5 മണിയായപ്പോൾ ഭയങ്കര മഴയായിരുന്നു. എന്നാലും മഴയെ അവഗണിച്ച് ഞങ്ങൾ പളനിമല ചവിട്ടി. അവിടെ മൊബൈൽ അലൗഡ് അല്ലാത്തത് കൊണ്ട് ദൃശ്യങ്ങളൊന്നും പകർത്താൻ പറ്റിയില്ല. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ പളനി തലമുണ്ടനം ചെയ്യുന്ന ഒരു കോവിലുണ്ട് പളനി അടിവാരത്തിൻ്റെ താഴെ, ക്ഷേത്രത്തിൻ്റെ അടുത്തായി തന്നെ. അതിനോട് ചേർന്നുള്ള ഒരു ശ്രീ ശരവണ എന്ന് പറയുന്ന ഒരു ലോഡ്ജിലാണ് നമ്മൾ റൂം എടുത്തത്. 2 ദിവസത്തേക്ക് നമുക്ക് 1800 രൂപയാണ് ചാർജ് വന്നത്. മൊത്തത്തിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം അല്പം കുറവുണ്ട്. കാരണം വെച്ചാൽ ഈ ക്ഷേത്രത്തിന് അടുത്തേക്ക് ഹോട്ടലുകളിൽ റൂം എടുക്കുമ്പം എത്ര അടുത്ത് വാങ്ങും അതുപോലെ ചാർജും കൂടുതലാണ്. രാത്രികാല കാഴ്ചയാണ് ഈ പളനി അടിവാരത്തിലെ. ഈ തലമുണ്ടനം ചെയ്യുന്ന ക്ഷേത്രമുണ്ട്, അതിനടുത്ത് തന്നെ ലോഡ്ജ് ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. രാവിലെ ആൾക്കാർ വരുന്നതും പോകുന്നതും രാത്രിയിലെ കാഴ്ചകളും എല്ലാം പ്രത്യേകിച്ച് കാണാൻ പറ്റും. ഇത് പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ മറ്റേ ഡോളൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടും തലയിൽ മറ്റേ ചെറിയ കുടമൊക്കെ കമത്തി എന്തോ ഒരു നേർച്ചയാണ് സംഭവം. അതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇതുപോലെ ഒരു ടീമായിട്ട് വന്നിട്ട് ഒരു പ്രത്യേകതരം ഉടുപ്പും ഒരേപോലുള്ള ഉടുപ്പുകളൊക്കെ ഇട്ട് നമ്മുടെ നാട്ടിലെ ചെണ്ടമേളത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള
ഒരു മേളവും പിന്നെ അതിൻ്റെ കൂടെ കാവടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ ഈ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചിട്ട് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പഴനിമല ചവിട്ടുന്നതാണ് ഒരു കാഴ്ച. അങ്ങനെ ഓരോ പ്രദേശത്തു നിന്നും വരുന്ന ആൾക്കാരുടെ ഓരോ രീതിയിലുള്ള മേള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടാണ്. ഈ ബാക്കി കാണുന്ന ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത്. വലിയ ഹോട്ടലൊന്നുമല്ല, ചെറിയ രീതിയിൽ ഹോട്ടലാണ്. എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് അവിടെ നിന്നുള്ള ആ ഒരു ഹോട്ടലിൽ നിന്നുള്ള പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ളാവുന്നൊരു കാഴ്ച. ഇവിടുത്തെ എസ്പെഷ്യലി ഇവിടുത്തെ ഭക്ഷണമൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പിടിക്കണമെന്നില്ല. റൂമൊക്കെ പല രീതിയിലുണ്ട്. ഇതൊരു ലോഡ്ജാണ്, അത്യാവശ്യം ഒരു വില കുറഞ്ഞുള്ള ലോഡ്ജാണ്, ചാർജ് കുറഞ്ഞുള്ള ഒരു ലോഡ്ജാണ്. 500 രൂപയാണ്. ഇതെന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ തലമുണ്ടനം ചെയ്യുന്ന പുറയിൽ ആ ഒരു കോവിലിന് പുറയിൽ ശരവണ ഭവൻ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ തൊട്ട് അരികിലായിട്ടാണ് ഈ ഒരു ലോഡ്ജ് ഉള്ളത്. 500 രൂപയാണ് ഒരു ദിവസത്തേക്ക് അവിടെ ചാർജ് വരുന്നത്, സിംഗിൾ റൂമിന്, നോൺ AC. അങ്ങനെ ഞങ്ങൾ രാവിലെ ആയപ്പോൾ നമുക്ക് ആ പളനിയുടെ അടിവാരത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ ഒന്ന് കയറാം. പക്ഷേ അവിടെ മൊബൈൽ അലവിടെ അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും പകർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും വെയിലിനെ അവഗണിച്ച് ഞങ്ങൾ പളനി അടിവാരത്തിലെ ഒക്കെ ഒന്ന് കറങ്ങി. ക്ഷേത്രത്തിൻ്റെ നേരെ താഴ്വശമാണ്, നമ്മൾ പടി കയറുന്നതിന് നേരെ താഴ്വശത്തുള്ള ദൃശ്യങ്ങളാണിത്. മൊത്തത്തിൽ കച്ചവടവും കാര്യങ്ങളുമാണ് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളും. ഇപ്പോൾ സീസണാണ്, ഓഫ് സീസണാണ്. ഇപ്പോൾ സീസൺ അല്ല, ഓഫ് സീസണാണ്. എന്നിട്ടും തിരക്കുകളുണ്ട്. സീസണിൽ നല്ല രീതിയിലുള്ള തിരക്കാണ്. ഇവിടെ ഈ അടുത്ത ഭാഗത്ത് ഇങ്ങനെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണെന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഇവിടെ ഓരോരുത്തരും അവരുടെ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവരെല്ലാം അവരുടെ ഓരോ കച്ചവടമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മളെ ഓരോ കടക്കാരും ഇങ്ങനെ മാടി വിളിക്കും. അവർ ചോദിക്കുന്ന റേറ്റിൽ നമ്മൾ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലെ കാശ് തീരും. വില പേശുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വില പേശി നമുക്ക് സാധനങ്ങൾ ഇവിടെ മേടിക്കാൻ പറ്റും. അവർ കൂടുതലും മലയാളികളായ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നവരെയാണ് ഇങ്ങനെയുള്ള കച്ചവടക്കാരെ നോട്ടമിട്ടിരിക്കുന്നത്. ഇവിടുത്തുകാർക്ക് ഇവരുടെ കച്ചവട രീതികളും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതുകൊണ്ട് അവരുടെ അടുക്കലൊന്നും ഇവർ ഓവറായിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഒന്നും ചോദിക്കത്തില്ല. നമ്മുടെ മലയാളികളെയൊക്കെ പ്രത്യേകിച്ച് അവർക്ക് അറിയാവുന്നുണ്ട്. മലയാളികൾക്ക് 100 രൂപ സാധനമാണെങ്കിൽ അവർ 500 രൂപ ചോദിക്കും. ചില മണ്ടന്മാർ 500 രൂപ കൊടുത്ത് മേടിക്കും. അങ്ങനെ ഒന്നും നിൽക്കരുത്. വില പേശിക്കറിഞ്ഞാൽ അതിലും താഴും റേറ്റ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ ഈ പറ്റിക്കൽ പരിപാടികളൊക്കെ ഒരുപാടുണ്ട്. റൂം ഏജൻറ്റുമാർ എന്ന് പറയും. അവർ 1000 രൂപയുടെ റൂമിന് 2000 2500 ചോദിച്ചിട്ട് അതിൻ്റെ ബാക്കി ഏജൻറ്റ് കമ്മീഷൻ അടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെയുള്ള പരിപാടിയുണ്ട്. അതിലൊന്നും ആരും വന്ന് ചാടരുത് ഒരു കാരണവശാലും. ഇവിടെ പറ്റിക്കൽ പരിപാടി നല്ലതുപോലെ ഉണ്ട്. അത് ഇവിടുത്തെ സർക്കാരിന് ഇതുവരെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ലോബി തന്നെയാണ്. നമ്മൾ കൂടുതൽ അവരോട് മസിൽ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തിരിച്ച് അവന്മാരും അതേപോലെ നമ്മളോട് പെരുമാറും. അതുകൊണ്ട് നൈസായിട്ട് അവരെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പളനിയിൽ സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേ ഇന്ന് നിൽക്കുമ്പം പണ്ട് ഇതിന് മുമ്പ് വന്നപ്പോൾ ഉള്ളാവുന്ന ഒരു ഫീലിംഗ് അന്ന് പക്ഷേ കൂടുതലും വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളായിരുന്നു. ഇന്നിപ്പോൾ പകലാണ് ഇതുപോലെ ഇങ്ങനൊരു രീതിയിലുള്ള ഒരു കാഴ്ചകളും കാര്യങ്ങളും. ഇത് ആ സ്റ്റെപ്പ് പടി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കോവിലാണ്. തീർത്തും കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കോവിലാണ്. അതിൻ്റെ വലത്തെ സൈഡിൽ ഇവിടെ കയറി നമുക്ക് വിശ്രമിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല തണുപ്പാണ് ഈ തറയ്ക്കും കാര്യങ്ങൾക്കൊക്കെ. നല്ലൊരു ഫീലിംഗ് ആണ്, ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ നീരിക്കുമ്പോഴും. അങ്ങനെ പളനിയിലെ കാഴ്ചകളും എല്ലാം പുതിയൊരു അനുഭവമായിരുന്നു മക്കൾക്ക്. കാരണം മക്കളോട് കൂടിയും ഭാര്യ ഫാമിലിയായിട്ട് ആദ്യമായിട്ടൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പളനിയോട് ഞങ്ങൾ വിട പറഞ്ഞു തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിൽ തിരിച്ച് ഓട്ടോയിലാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. കാരണം തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ കുതിരവണ്ടി വന്നപ്പോൾ തിരിച്ച് ഓട്ടോയിലെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് വേണമല്ലോ. അങ്ങനെ ഓട്ടോയിലാണ് ഞങ്ങൾ പളനി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചത്. ഇതാണ് പളനി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം. ഇതൊരു കോവിലുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ആ കോവിലിൻ്റെ രീതിയിലൊക്കെയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും ഈ അടുത്ത കാലത്ത് പണി പൂർത്തിയായതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് മുമ്പിൽ ഒരു ചെറിയൊരു ചായപ്പിടിയുണ്ട്. എന്താണെന്ന് അറിയില്ല, കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് കൂടുതലും. ഇന്നിവിടെ അവധി ദിവസമാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. പളനിമല ഇവിടെ ഒരു കാഴ്ച റെയിൽവേ സ്റ്റേഷൻ ഇന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തിരിച്ച് അമൃത എക്സ്പ്രസ് തന്നെയാണ് ഉള്ളത്. വൈകുന്നേരം 6:30ക്കാണ് നമ്മുടെ ടൈം. പക്ഷേ ഇവിടെ വന്ന് കുറേ നേരം കൊണ്ട് പോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ട്രെയിൻ വൈകിയാണ് ഓടുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കുറേ നേരം അവിടെ സ്റ്റേഷനിൽ
പോസ്റ്റ് അടിച്ച് ഇരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് മലയാളികൾ തിരിച്ച് ഈ ട്രെയിന് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അമൃത എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. 6:30 പോകേണ്ട വണ്ടിയാണ് 6:45 6:50 ആയപ്പോഴാണ് ഇത് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ഈ ഒരു ട്രെയിൻ വന്ന് പോയി കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ കാലിയാകുമെന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. അങ്ങനെ ട്രെയിനിൽ നിന്ന് യാത്ര കയറി. അങ്ങനെ ട്രെയിനിൽ നിന്ന് നോക്കുമ്പോൾ പളനിമലയുടെ വിദൂരമായ നല്ല മനോഹരമായ ദൃശ്യം കാണാൻ പറ്റും. അതൊരു പ്രത്യേകതരം ഒരു പോസിറ്റീവ് ഇത് കിട്ടും. നമുക്ക് വീണ്ടും വരണം എന്നുള്ള ഒരു തോന്നലുണ്ടാക്കും. അങ്ങനെ ഫാമിലിയോട് കൂടി ഒരു പളനി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും.